സുഖല്ലേ? നിങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിൽ കഴിച്ചിട്ടുണ്ടാവും വെള്ള കളറിലുള്ള ഒരു മുട്ട ഗ്രേവി. പക്ഷെ റെസ്റ്റോറൻറ്റിൽ കിട്ടണേക്കാട്ടിലും കിഡിലൻ ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ വീട്ടിൽ റെഡിയാക്കാൻ പോണത്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വൈറ്റ് കളർ മുട്ടക്കറി. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി, പകുതി സവാള, കുറച്ച് വേപ്പില, 3 പച്ചമുളക്. സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം, നമുക്ക് കളറൊന്നും മാറണ്ട. ഉള്ളി നല്ല സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർക്കുന്നുണ്ട്. കാഷ്യൂ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. നല്ല തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. 4 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, കുറച്ച് ഉപ്പ്. ഇതൊന്ന് നമുക്ക് മുട്ടയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളകിൽ മിക്സ് ചെയ്തെടുത്ത മുട്ട നമ്മൾ സവാള വട്ടിയ ആ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓയിലൊന്നും ചേർക്കണില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയിട്ടാ. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മുട്ട റോസ്റ്റ് ആയിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്ക, 1 ബേ ലീഫ്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 1 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 4-5 ഇല പുതിന കൂടെ ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ സവോള വാട്ടിയില്ലേ, ആ സമയത്ത് സവോള എടുക്കുമ്പോൾ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. പകുതി സവോള എടുത്താൽ മതിയിട്ടാ. കൂടിക്കഴിഞ്ഞാൽ കറിക്കൊരു മധുരത്തിൻ്റെ സ്വാദ് വരും. ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സവോളയുടെയും കാഷ്യൂവിൻ്റെയും പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ചോട്ടേക്കാം നല്ലോണം. കറി നല്ലോണം തിളച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പകുതി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ഇപ്പം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. മുട്ട ചേർത്ത് 1 മിനിറ്റ് തിളച്ചു വിട്ടാൽ ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പകുതി സവാള അരയ്ക്കാനായിട്ട് എടുത്തു, ബാക്കി പകുതി സവാള ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കറി തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചൂടായിട്ട് ഇനി നമുക്ക് മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് കളർ മുട്ട ഗ്രേവിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.